നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം ഉടനെന്ന റിപ്പോർട്ടിന് പിന്നാലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്കയുടെ തിരക്കിട്ട നീക്കം. നാളെ ദോഹയിൽ ചർച്ച നടക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കി ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നത് തടയുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഹമാസിനെ ചർച്ചയിലേക്ക് എത്തിക്കാൻ ഖത്തറിനും ഈജിപ്തിനും മേൽ അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടി ദൗത്യത്തിന്റെ ഭാഗമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വെടിനിർത്തൽ കരാറിനായി പുതിയ ചർച്ചകൾ ഏർപ്പെടുത്തുന്നതിന് പകരം മുൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി അവതരിപ്പിക്കാനാണ് ഹമാസിന്റെ ആവശ്യം. US പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് 31 നടത്തിയ പ്രഖ്യാപനത്തിൽ 3 ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ജൂലൈ 2 ഹമാസിന്റെ കൂടി അംഗീകാരത്തോടെ വെടിനിർത്തലിന് കരട് രൂപവുമായി. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുക, വടക്കൻ ഗാസയിലെ പലസ്തീനികൾക്ക് തിരികെ പോകാനുള്ള അവസരം ഒരുക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറല്ല. ബന്ദികളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ പര്യടനത്തിനായി വീണ്ടും എത്തുന്നുണ്ട്. അതേസമയം ചൊവ്വാഴ്ച ടെൽ-അവീവ് ലക്ഷ്യമാക്കി 2 റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും ഹമാസ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ മെയ്യിലും ടെൽ-അവീവിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നു. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുക, വടക്കൻ ഗാസയിലെ പലസ്തീനികൾക്ക് തിരികെ പോകാനുള്ള അവസരമൊരുക്കുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് അന്നത്തെ നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറല്ല. ബന്ദികളെ മോചിപ്പിക്കാൻ താൽക്കാലിക വെടിനിർത്തൽ എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ പര്യടനത്തിനായി വീണ്ടും എത്തുന്നുണ്ട്. അതേസമയം ചൊവ്വാഴ്ച ടെൽ-അവീവ് ലക്ഷ്യമാക്കി 2 റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹമാസ് അറിയിച്ചു. കഴിഞ്ഞ മെയ്യിലും ടെൽ-അവീവിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രായേലിനെതിരായി ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഈ ആഴ്ച അവസാനത്തോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചത്. ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തേക്കില്ലെന്ന് സൂചിപ്പിച്ചെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായ നീക്കം നീളുമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ നടപ്പായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് തന്റെ പ്രതീക്ഷ. എന്നാൽ ഇരു കൂട്ടർക്കുമിടയിലെ പ്രശ്നങ്ങൾ പ്രഹരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കും എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയാണെന്നും ബൈഡൻ പറഞ്ഞിരുന്നു.